13 ദിവസമായി ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ടേ സർജറി കഴിഞ്ഞ് 7-ാം ദിവസമാണ് ഒരു പറയുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഗവൺമെന്റ് ആസ്പത്രിയിലേക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അതിനുള്ള കഴിവ് ഞങ്ങൾക്കില്ല, അതിനുള്ള സാമ്പത്തികം ഞമ്മക്കില്ല. തന്നെ ഈ സൗകര്യങ്ങൾ അവിടെ ഇല്ലെങ്കിൽ ഒരാദ്യം പറയേണ്ടതാണ്. ഈ സർജറി നടക്കുന്ന സമയത്ത് ഒരു പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്ത് കുട്ടിയുടെ ജീവനാണ് ഞങ്ങൾക്ക് വലുത്. ഓരെന്നെ പറഞ്ഞിക്കണേ കുട്ടിന്റെ കണ്ടീഷൻ മോശമാണ്. നമസ്കാരം. സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ഏറ്റവും ഒടുവിലത്തെ അത്താണിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രികൾ എന്ന് പറയുന്നത്. സ്വകാര്യ ആശുപത്രിയിലെ ബില്ല് താങ്ങാൻ കൽപ്പില്ലാത്ത പാവങ്ങളുടെ ഒരു വലിയ ആശ്രയം എന്ന് പറയുന്നത് സർക്കാർ ആശുപത്രികളും അതിൽ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രികളൊക്കെയാണ്. എന്നാൽ ഇതേ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്താലോ? അത്തരത്തിലൊരു അനുഭവമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട 28 വയസ്സുകാരിയായ വീട്ടമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. നല്ലളം സ്വദേശിയായ വീട്ടമ്മ ഏകദേശം 10 ദിവസങ്ങൾക്ക് മുൻപാണ് പിത്താശയത്തിലെ കല്ല് നീക്കം ചെയ്യുന്നതിന് വേണ്ടുന്ന ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നത്. അവരുടെ ശസ്ത്രക്രിയ നടന്നു. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം നടത്തേണ്ട മറ്റൊരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ഉപകരണം ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ വീട്ടമ്മയെ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് വീട്ടുകാർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. എന്നാൽ അവർ പറയുന്നത് ഇത്ര ദിവസവും ഈ ആശുപത്രി അധികൃതർ തങ്ങളോട് ഇക്കാര്യം പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസം മാത്രമാണ് ഇത്തരത്തിൽ ഇവിടെ ഈ യന്ത്രം പ്രവർത്തിക്കുന്നില്ല, തങ്ങളെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മകളെ മാറ്റണം എന്നുള്ളത് പറഞ്ഞത് എന്നതാണ് ആ പെൺകുട്ടിയുടെ ഉമ്മ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ആ പെൺകുട്ടിയുടെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ് എന്നുള്ളതും ആ വീട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസിലടക്കം പരാതി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ആ വീട്ടുകാർ. ആ പെൺകുട്ടിയുടെ ഉമ്മ നമ്മളോട് സംസാരിക്കുന്നു. അവരുടെ വാക്കുകൾ നമുക്ക് ആദ്യം കേൾക്കാം. സത്യത്തിൽ സംഭവിച്ചത് ഞങ്ങൾ ഇന്നത്തേക്ക് 13 ദിവസമായി ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ടേ കുട്ടീനെ സർജറി കഴിഞ്ഞിട്ട് ഇന്നത്തേക്ക് 8 ദിവസമായി. അതിനെപ്പറ്റി യാതൊരു ഇതുമില്ല. സർജറി കഴിഞ്ഞ് 7-ാം ദിവസമാണ് ഒരു പറയുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ. അപ്പൊ ഏതാണെന്ന് ചോദിച്ചപ്പോൾ മിനിയാന്ന് ഒരു MR സ്കാനിങ് എടുത്ത് അതിന്റെ റിസൾട്ട് ഓർക്ക് കിട്ടിയിന്. സംഭവം ഓരോന്നും പറഞ്ഞില്ല. ഇന്നലെ രാവിലെ വന്നിട്ട് ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞ് ഞങ്ങളോട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഗവൺമെന്റ് ആസ്പത്രിയിലേക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അതിനുള്ള കഴിവ് ഞങ്ങൾക്കില്ല, അതിനുള്ള സാമ്പത്തികം ഞമ്മക്കില്ല. അപ്പൊ അതിന്റെ ആവശ്യം എന്തിനാണ്? അത് ഡോക്ടർമാരല്ലേ ചിന്തിക്കുന്നത്. ഒരു അതിനനുസരിച്ച് നീങ്ങണ്ടില്ല വേണ്ടത്. പിന്നെ തന്നെ ഈ സൗകര്യങ്ങൾ അവിടെ ഇല്ലെങ്കിൽ ഒരാദ്യം പറയേണ്ടതാണ്. ഈ സർജറി നടക്കുന്ന സമയത്ത് ഒരു പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്ത് കുട്ടിയുടെ ജീവനാണ് ഞങ്ങൾക്ക് വലുത്, വേറെ ഒന്നല്ല ഞങ്ങൾക്ക് വലുത്. അപ്പൊ ഇപ്പം വെച്ച് പെട്ടെന്ന് ഒരു പറയുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പൊ ഇപ്പൊ പെട്ടെന്ന് ഇന്നലെ ഓരെന്നെ പറഞ്ഞിക്കണേ കുട്ടിന്റെ കണ്ടീഷൻ മോശമാണ്. ഒരു ചെറിയ ഡോക്ടർ ഉണ്ട്, ആ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത്. ഞങ്ങളിങ്ങനെ ഇത് പിന്നെ എൻ്റെ ഇളയച്ചി ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ മെഷീൻ ഇന്ന നാളെ ശരിയാവുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഞങ്ങൾക്ക് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ അത് ശരിയാവോളം നിന്നാലും ഞങ്ങൾക്ക് ഇത് ഇവിടെ ചെയ്യാൻ പറ്റുന്നു. അപ്പം പറഞ്ഞു അത് ശരിയാവില്ല, അത് നിങ്ങൾ വേഗം എത്തിക്കുന്നതാണ് നല്ലത് ഓരെന്നെ പറയുന്നുണ്ട്. സർജറി നടക്കുന്ന സമയത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, അതൊന്നും ഒരു പറഞ്ഞില്ല. ഇന്നലെ രാവിലാണ് പറയുന്നത്. ഓളതിപ്പോ ലേശം കണ്ടീഷൻ മോശമായിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഒരു ഇപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകാൻ പോവുകയാണ്, അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ അതിനെക്കൊണ്ട് ഇവിടുന്ന് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ ഒരു പറഞ്ഞത് അവിടെ നിന്ന് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനാ പറയുന്നത്. മെഷീൻ ഇല്ലാത്തതിനെ കൊണ്ടാണ് അത് ഒരു പറഞ്ഞ് കംപ്ലൈന്റ് ആണെന്ന് ഒരു പറഞ്ഞിരിക്കുന്ന സംഭവം. അപ്പൊ അത് നേരെ ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടില്ല, ഇന്നലാണ് പറയുന്നത്. അത് അന്നേരം പറയാണ് നമുക്ക്. അതാ ഞാൻ പറയുന്നത്, ഓപ്പറേഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്താണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യും. ഇത്രയും ദിവസം ഈ കുട്ടി ഈ അവസ്ഥയിൽ കിടക്കേന്. ഈ നീരും ചോരയും വലിച്ചിങ്ങാണ്ട് കുട്ടീനെ വെള്ളത്തിൽ നിന്ന് എടുക്കണ മാതിലാണ് എടുക്കുന്നത്. ഇന്നിപ്പോ 4-5 ഡ്രസ്സായി ഞാൻ മാറ്റും. ഞാനിപ്പോ പുറത്തുനിന്ന് ഒരു ഡ്രസ്സ് വാങ്ങാൻ കുട്ടീനെ മാറ്റി കൊടുക്കുക. ഇങ്ങനെ കിടന്ന് ഞാൻ കെട്ടിമാറാൻ. 2 വയസ്സാ ചെറിയ കുട്ടിയുണ്ട്, പാല് കുടിക്കുന്ന കുട്ടിയുണ്ടോ, 28 വയസ്സായിട്ടുള്ളൂ എന്റെ മോക്ക്. 10 ദിവസങ്ങൾക്ക് മുൻപാണ് കോഴിക്കോട് നല്ലളം സ്വദേശിയായ 28-കാരിയായ വീട്ടമ്മയെ പിത്താശയത്തിലെ കല്ല് നീക്കം ചെയ്യുന്നതിന്റെ ചികിത്സയുടെ ഭാഗമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അവരുടെ ശസ്ത്രക്രിയയും ആ സമയത്ത് തന്നെ കഴിയുണ്ടായിരുന്നു. അതിനുശേഷം എൻഡോസ്കോപ്പ് ചെയ്ത് ട്യൂബ് ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ERPC എന്ന യന്ത്രം ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് അവർ സ്വകാര്യ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തിരിക്കുന്നത്.
ആ വീട്ടുകാർ പറയുന്നത് തങ്ങൾ വലിയ സാമ്പത്തിക പരാധീനതയുള്ള ഒരു കുടുംബമാണ്. ഇവർ ഈ ഒരു കാര്യം ചികിത്സയ്ക്ക് മുൻപേ തന്നെ അറിയിക്കുകയാണെങ്കിൽ തങ്ങൾ ഏതെങ്കിലും മാർഗം ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ അവസാന നിമിഷം മകളുടെ അവസ്ഥ ഇത്രയും മോശമാകുന്ന ഒരു സാഹചര്യത്തിൽ ആശുപത്രി അധികൃതർ ഇങ്ങനെ പറയുന്നത് വലിയ നീതികേടാണ്. എന്തുകൊണ്ട് അവർ ഈ കാര്യം തന്നെ മുൻകൂട്ടി തങ്ങളെ അറിയിച്ചില്ല എന്നുള്ളൊരു ചോദ്യമാണ് ആ വീട്ടുകാർ ചോദിക്കുന്നത്. ഇത് സംബന്ധിച്ച് പോലീസിലടക്കം പരാതി നൽകാനുള്ള നീക്കത്തിലാണ് ആ കുടുംബം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതേസമയം ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്ന ഇക്കാര്യത്തിൽ തങ്ങളുടെ ഭാഗത്തു നിന്നൊന്നും പിഴവല്ല, അതിന്റെ ബാറ്ററിക്ക് ഉണ്ടായ ചെറിയൊരു തകരാറാണ്, അത് നന്നാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആൾ എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരമാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യാവകാശ പ്രവർത്തനായ നൗഷാദ് തെക്കിൽ അടക്കമുള്ളവരുടെ ഇടപെടൽ കാരണം ഏറ്റവും ഒടുവിൽ പ്രിൻസിപ്പൽ സൂപ്രണ്ടോട് ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് അടിയന്തരമായി ധനസഹായം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. എന്ത് തന്നെയായാലും ഈ പെൺകുട്ടി, അതായത് പിറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളുടെ ഉമ്മയായിട്ടുള്ള ഈ യുവതി, അവർക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്, അർഹമായ കൃത്യമായ ചികിത്സ അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സാ നിഷേധം നടന്നിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് നിഖിൽ കക്കാടത്ത്, മറുനാടൻ മലയാളി.